കുറേ പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, യൂട്യൂബിൽ നിന്ന് എബിൻ ചേട്ടന് എത്രയാണ് വരുമാനം കിട്ടുക? അത് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കകത്ത് തന്നെ ചോദിച്ചവരുണ്ട്, അതല്ലാതെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചവരുണ്ട്, അതല്ലാതെ നേരിട്ട് കാണുമ്പോൾ ചോദിച്ചവരുണ്ട്. മോശം ഭക്ഷണം കഴിച്ചിട്ട് നല്ലതെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്, ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാചകമില്ല, ഭക്ഷണമില്ല, പക്ഷേ കുറേയേറെ വിശേഷങ്ങൾ, കുറേ ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 സെലക്റ്റഡ് ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. 10 സെറ്റ് ഓഫ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്. നമ്മളപ്പം 10ാമത്തെ ചോദ്യം മുതൽ 1ാമത്തെ ചോദ്യം വരെ പോവാണ്. ആദ്യം 10ാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. 10ാമത്തേത് എന്ന് പറയുന്നത് 3 ചോദ്യങ്ങളാണ്. 3 പേര് ചോദിച്ചത്. നിഷ, അഖിൽ, ശ്രീതു. നിഷ ചോദിച്ചിരിക്കുന്നത്, ഡിഡ് യു ഓൾവേസ് ഹാഡ് എ പാഷൻ ഫോർ കുക്കിംഗ് സിൻസ് ചൈൽഡ്ഹുഡ്? ഇല്ല, പാചകത്തിനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. ഫുഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പാചകം നിർബന്ധിതനായി എപ്പോഴേലും എന്തെങ്കിലും പാചകം ചെയ്തെങ്കിലേ ഉള്ളൂ. ഹോസ്റ്റലിലാണെങ്കിലും കുക്ക് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നത് ഒരു പക്ഷേ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പാചകം ചെയ്യുന്നത്. ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടാതെ വരുമ്പോൾ, മറ്റ് ഫുഡ് വെറൈറ്റീസ് കുറവായിട്ട് വരുമ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എവിടെയോ വായിച്ചൊക്കെ ആയിട്ട് പഠിച്ചു. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ബിരിയാണി വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കായിരുന്നു. അതൊരു സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് പാചകം ചെയ്യുന്നത്. അതാണ് സത്യം. അതേ സെറ്റിൽ തന്നെ 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഖിലിൻ്റെയാണ്. എബിൻ ചേട്ടാ, എല്ലാവരും പറയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിവതും ഒഴിവാക്കണമെന്ന്. എന്നാൽ ചേട്ടൻ്റെ എല്ലാ വീഡിയോയും ഹോട്ടലിൽ നിന്നുമാണ് ഭക്ഷണം. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്, കഴിവതും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഞാൻ ഒരിക്കലും പറയില്ല ഹോട്ടലിൽ നിന്ന് പോയി ഫുഡ് കഴിക്കണം എപ്പോഴും. ഞാൻ വല്ലപ്പോഴുമാണ്, ആഴ്ചയിൽ 3 വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ 3 പ്രാവശ്യമല്ല കഴിക്കുന്നത്, ആഴ്ചയിൽ 3 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ 3 വീഡിയോ പുറത്തെ ഫുഡാണ് കഴിക്കുക. ഇപ്പം നമ്മൾ കണ്ണൂർ പോയി കണ്ണൂരെ ഫുഡ് രുചി എൻജോയ് ചെയ്യണം. എൻ്റെ ചാനലിൽ കൂടുതലും ഫുഡിനെ കുറിച്ചാണ്, പല സ്ഥലങ്ങളിലെ, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും. അപ്പോൾ ഇവിടുന്ന് കണ്ണൂർ പോയി കണ്ണൂർ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഗോവയിൽ പോയി ആരെങ്കിലും ഒരു വീട്ടുകാരെ എനിക്ക് ഉണ്ടാക്കി തരണം കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആരുടെയും വീട്ടിലോട്ട് ചാടിക്കറി ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടലിലെ ഫുഡ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. 3ാമത്തെ ചോദ്യം ശ്രീതു ചോദിച്ചാണ്, മോശം ഭക്ഷണം കഴിച്ചിട്ട് നല്ലതെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്, ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മോശം എന്ന് പറയാൻ പറ്റില്ല. ഞാനത് തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു ഫുഡും മോശമാവുന്നില്ല. ഫുഡ് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരല്പം ഉപ്പ് കൂടിപ്പോയി, ഒരല്പം പുളി കൂടിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ എരിവിച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അന്നേരം നമ്മൾ മോശമെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. പിന്നെ ശ്രീതി ഉദ്ദേശിച്ച ഒരു പക്ഷേ റെസ്റ്റോറൻറ്റിൽ പോയി വളരെ മോശമായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നല്ലതെന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ്. ഇല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയത്തില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്ക് മോശം തോന്നിയ ഒരു ഫുഡും അതിൻ്റെ വീഡിയോ ചെയ്യില്ല. അവിടെ പോയി കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, മോശം ഫുഡ് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്, ആ വീഡിയോ നമ്മൾ ചെയ്യാതിരിക്കുക. അതെൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അവിടെ പോയി കുറ്റം പറയുന്ന വീഡിയോ ചെയ്യുന്ന ഒരു രീതിയില്ല. കാരണം അത് എൻ്റെ ഒരു രീതിയാണ്. ഇനി 9ാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 3 പേര് ചോദിച്ചതാണ്. റിയോ, സനോജ്, ദ ഡ്രിഫ്റ്റർ. റോസെ ചോദിച്ചിരിക്കുന്നത്, യു വർക്ക്ഡ് ഇൻ മെനി പ്ലേസസ് ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസസ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു ലിവ് ആൻഡ് വർക്ക്? ഫേവറേറ്റ് പ്ലേസ് ടു ട്രാവൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങനെയും പറയാൻ പറ്റത്തില്ല. എനിക്ക് സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഏതൊരു രാജ്യമാണെങ്കിലും ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. ഇന്ത്യ കഴിഞ്ഞിട്ട് താമസിക്കുവാനായിട്ട് ഇഷ്ടം ഒരുപക്ഷെ യുഗാണ്ട ആയിരിക്കും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു യുഗാണ്ടയിൽ. അല്ലെന്നുണ്ടെങ്കിൽ എത്യോപ്യയിൽ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. മോൾദീവ്സ് കാണാൻ വളരെ സുന്ദരമായ രാജ്യമാണ്. നേപ്പാളും വളരെ സുന്ദരമായ രാജ്യമാണ്. യാത്ര ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജോർജിയ, ചൈന, ഇതെല്ലാം തന്നെ വളരെ സുന്ദരമായ രാജ്യങ്ങളൊക്കെയാണ്. മഡഗാസ്കർ, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിലെവിടെയാണേലും സഞ്ചരിക്കാൻ താല്പര്യമാണ്. പക്ഷേ ജീവിക്കാൻ ഇന്ത്യ കഴിഞ്ഞാൽ ഒരു പക്ഷേ യുഗാണ്ട ആയിരിക്കും. ഇനി സനോജ് ചോദിച്ചിരിക്കുന്നത്, ഒരുപാട് പ്രതീക്ഷകളോടെ പോയി നിരാശയോടെ തിരിച്ചു വന്ന സ്ഥലം അഥവാ ഹോട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു സ്ഥലവും
നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, മോശമായ 1-2 ഫുഡ് കിട്ടിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ ഞാൻ ചെയ്യില്ല. അതിപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ പറയാനും ശരിയല്ലല്ലോ. അതങ്ങനെ പോട്ടെ. ഇനി അടുത്തത് ദ ഡ്രിഫ്റ്റർ. കുറേയേറെ സ്ഥലങ്ങൾ സഞ്ചരിച്ചു, വിവിധ തരം ഭക്ഷണങ്ങൾ കഴിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആഫ്രിക്കൻ രുചിഭേദങ്ങളെ ചേട്ടൻ എങ്ങനെ വിലയിരുത്തുന്നു? ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമോ ഒരു രാജ്യമോ അല്ല, ഒരു ഭൂഖണ്ഡം തന്നെയാണ്. പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലെ രുചികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരെ രുചി വ്യത്യാസമാണ്, കോഴിക്കോട് രുചി വ്യത്യാസമാണ്, തിരുവനന്തപുരത്തെ, കോട്ടയത്തെ, ആലപ്പുഴയിലെ, ഇവിടുത്തെ എല്ലാം രുചികൾ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലും സോമാലിയ മുതൽ സൗത്ത് ആഫ്രിക്ക വരെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഡഗാസ്കർ, അല്ലെങ്കിൽ ടാൻസാനിയ മുതൽ അപ്പുറത്തോട്ട് ഘാന വരെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല രുചികളാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒറ്റയടിക്ക് വിലയിരുത്താൻ പറ്റില്ല. എങ്കിലും നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞാൽ അധികം മസാലകൾ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഫുഡാണ് ആഫ്രിക്കൻ ഫുഡ്. എങ്കിലും കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്. അധികം കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന പാചകങ്ങളാണ് അവർ കൂടുതൽ ഉപയോഗിക്കുക. അപ്പം ഹെൽത്തി ആവാം, കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. അടുത്ത സെറ്റ്, 8ാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പ്രവീൺ, റെൻസിൽ, സിജിൻ, ഇവർ 3 പേര് ചോദിച്ചതാണ്. പ്രവീൺ ചോദിച്ചത് ഏത് യൂട്യൂബറുടെ കൂടെ വീഡിയോ ചെയ്തതാണ് കൂടുതൽ ഇഷ്ടമായി തോന്നിയത്? നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സിൻ്റെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാളി യൂട്യൂബേഴ്സിൻ്റെ കൂടെ, ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ കൂടെ, ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെ പലരുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കൂടെ വീഡിയോ ചെയ്തതും ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു സ്വല്പം പ്രിഫറൻസ് കൂടുതൽ മാർക്ക് വീൻസിൻ്റെ കൂടെ ചെയ്തതാണ്. കാരണം വർഷങ്ങൾ മുമ്പ് മുതൽ തന്നെ ഞാൻ മാർക്ക് വീൻസിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയതാണ്. അതിനോടൊരു അദ്ദേഹത്തിൻ്റെ ആ അവതരണ രീതിയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വീഡിയോ ചെയ്തു, ഒത്തിരി സന്തോഷമായി. അദ്ദേഹം തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. I'm going to add in the fish, and again just 2 pieces of fish because this is my first time to ever make it, so this is just an experiment, but it smells unbelievable. And then I'm going to drop in curry leaves. അത് കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് കീപ്പ് അപ്പ് ചെയ്യുന്നു. എല്ലാം സന്തോഷമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതാണ് കുറച്ചുകൂടെ മനസ്സിൽ നിൽക്കുന്നത്. റെൻസിൽ ചോദിച്ചത് എബിൻ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ ആരാണ്? വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും സ്ഥലത്ത് മറ്റ് ആളുകളിൽ നിന്നോ അല്ലാതെയോ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരാളുടെ പ്രിഫറൻസ് എൻ്റെ മനസ്സിലുണ്ടേ പോലും മിക്കവാറും യൂട്യൂബേഴ്സ് എല്ലാം തന്നെ എനിക്ക് അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പിണക്കം വരും. അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിൽ അടുപ്പം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ ഫ്രണ്ട്സാണ്, അവരെല്ലാം എന്നോട് അടുപ്പമുള്ളവരാണ്. അപ്പം ഞാൻ അതിനെ ജഡ്ജ് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ അതെൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആയി പോകും. അതുകൊണ്ട് അത് വേണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഏത് ഹോട്ടലിൽ നിന്നോ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നോ ഞാൻ പറയുന്നില്ല, ഒരു റെസ്റ്റോറൻറ്റിൽ നേരത്തെ തന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ ചെയ്തോട്ടെ, ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വന്നോളാൻ പറഞ്ഞു. ഫോൺ എടുത്ത ആരാണ്, അവിടെ ചെന്നപ്പം ഇൽട്രീറ്റ് ചെയ്ത ആരാണ് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ ചെന്നു, അവിടെ യാത്രയൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓരോരുത്തർ ക്യാമറയും തൂക്കി പിടിച്ച് ഇറങ്ങിക്കോളും, വീഡിയോ എടുക്കാനാണ് മറ്റതാ മറിച്ചതെന്ന് പറഞ്ഞാണ്ട്. നിങ്ങൾക്കൊന്നും നാണമില്ല ഫ്രീ ആയിട്ട് ഫുഡ് അടിച്ച് നടക്കാനായിട്ട്? ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ടല്ല, നമ്മൾ പേ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, അതിനകത്തൊന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കില്ല. എന്നാലും അദ്ദേഹം കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ആ മൂഡ് തന്നെ പോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ അടുത്തിടയ്ക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ വീണ്ടും എന്നെ വിളിച്ചു, ഇവിടെ വന്ന് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ നേരത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങളപ്പോൾ ഇന്ന രീതിയിലാണ് പറഞ്ഞത്, എനിക്ക് പണക്കൊന്നുമില്ല, ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം സിജിൻ്റെ ആണ്. ഹൗ വാസ് ദ വ്ലോഗ് എക്സ്പീരിയൻസ് വിത്ത് മാർക്ക് വീൻസ്? മാർക്ക് വീൻസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. മാർക്ക് വീൻസിൻ്റെ കൂടെയുള്ള യാത്രയും അതേപോലെ രുചി തേടിയുള്ള യാത്ര, അതാണ് പറയേണ്ടത്. അത് വളരെ സന്തോഷകരമായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്കൂടെ പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ്. Too much of fiber. No? It's just like pure strings. Yeah. ശരിക്കും പറഞ്ഞാൽ നാര്, ഇഷ്ടം പോലെ നാര്. ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തുകൊണ്ട് ആ ഉപ്പിന്റെ രുചിയുണ്ട്. കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന ആ ഇതും. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ നിന്നാണ് നമ്മൾ വീഡിയോസ് തുടങ്ങിയത്. അതിരാവിലെ തൊട്ട് രാത്രി വരെ, അടുത്ത ദിവസവും അതിരാവിലെ മുതൽ രാത്രി വരെ വീഡിയോ ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് മാർക്ക് വീൻസ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേന് ആൾക്കാർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് നാണയില്ലേ ഇത്രയും എന്നാ
പ്രശസ്തനായ ഒരു വ്ളോഗറെ നിർത്തിക്കൊണ്ട് ഫുഡ് കൊടുക്കുന്നതിൽ നാണയില്ല. ഇതാണോ നമ്മുടെ ഇന്ത്യക്കാരുടെ സംസ്കാരം? മലയാളികളും ചോദിച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ചോദിച്ചു. പക്ഷേ അത് എൻ്റെ കുഴപ്പം കൊണ്ടോ ആ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടോ അല്ല. അവിടെ ഇരിക്കാനായിട്ട് സൗകര്യമൊക്കെ അവരുണ്ടാക്കി തന്നിരുന്നു, നമ്മളും ഇരിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. പക്ഷേ അവിടെ ഒരു നീല പടത കിടപ്പുണ്ടായിരുന്നു. ആ പടതയിൽ നിന്ന് ബ്ലൂ റേസ് ആയിരുന്നു, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വെട്ടം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ മാർക്ക് വെയിൻസ് ആണ് പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു ഓട്ടോ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോക്കാരോട് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ മാർക്ക് വെയിൻസ് പറഞ്ഞു നമുക്ക് ആദ്യം നിന്നുകൊണ്ട് കഴിക്കാം, പുറത്തെ ആ ലൈറ്റോട് കൂടി തന്നെ, അത് കഴിഞ്ഞ് ഓട്ടോയിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. ചിലപ്പോഴൊക്കെ ഞാനാണെങ്കിലും പല സ്ഥലത്തും പോയി നിന്നാണ് കഴിക്കുക. തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടിയെന്നിരിക്കില്ല. നല്ല തിരക്കുള്ള തട്ടുകടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നൊക്കെ തന്നെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇരിക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ വ്ളോഗ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. പക്ഷേ മാർക്ക് വെയിൻസിന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. മാർക്ക് വെയിൻസിൻ്റെ സജഷൻസ് വഴിയായിരുന്നു. പക്ഷെ അത് കണ്ട ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ചത്. എന്ത് ചെയ്യാനാന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്തപ്പോൾ പോലും മാർക്ക് വെയിൻസിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. അദ്ദേഹം കഴിച്ച എല്ലാ ഫുഡിനെക്കുറിച്ചും എല്ലാ ഫുഡിനും കൊണ്ടൊരു പ്രത്യേക അപ്രീസിയേഷൻ കിട്ടേണ്ട കാര്യങ്ങൾ അത് തന്നെ അദ്ദേഹം സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് അത് തന്നെ പറയുകയും ചെയ്തു. വെറുതെ ഒരു ചുക്ക് കാപ്പി വീഡിയോയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ചുക്ക് കാപ്പി കൊടുത്തു. അത് കുടിച്ചിട്ട് പോലും പുള്ളി വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത്. ഏതായാലും അടുത്ത സെറ്റ് ആദർശ്, റാനിയ, അനു, രാജ്കിരൺ ഇവർ 3 പേരും ചോദിച്ചതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി ഏതാണ് എന്നുള്ളതാണ്. ചോദ്യത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അർത്ഥം ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി ഏതാണ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് മീറ്റ് എന്നാണ് രാജ്കിരൺ ചോദിച്ചത്. ഫേവറേറ്റ് മീറ്റ് ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മട്ടണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഒരുപക്ഷെ വീട്ടിലുണ്ടാക്കുന്ന രുചികളായിരിക്കും. അമ്മയോ ഭാര്യയോ ഒക്കെ ഉണ്ടാക്കി തരുന്ന രുചികൾ. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരികയാണെങ്കിലും പഴയകാല രുചികളായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിലും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള രുചി എന്ന് പറയുന്നത് നല്ല മലബാർ ബിരിയാണി, നല്ല വാസനയുള്ള മലബാർ ബിരിയാണി, അതും മട്ടൻ ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മട്ടൻ ബിരിയാണി. അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. പണ്ട് കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിച്ചത്. ഏറ്റവും ഇന്ന് വരെ മനസ്സിലും നാവിലും നിൽക്കുന്ന ആ ബിരിയാണിയുടെ രുചി എന്ന് പറയുന്നത് കാസർഗോഡ് ആ രുചിയാണ്. ഇനി 6ാമത്തെ സെറ്റ് ഓഫ് ചോദ്യമല്ല, ഒരു ചോദ്യമേ ഉള്ളൂ. അത് ഒത്തിരി പേര് ചോദിച്ച ചോദ്യമാണ്. അത് തന്നെ മ്യൂസിക്കൽ വേൾഡും ചോദിച്ചു. താങ്കൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം എത്ര? കുറേ പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, യൂട്യൂബിൽ നിന്ന് എബിൻ ചേട്ടന് എത്രയാണ് വരുമാനം കിട്ടുക? അത് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കകത്ത് തന്നെ ചോദിച്ചവരുണ്ട്, അതല്ലാതെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചവരുണ്ട്, അതല്ലാതെ നേരിട്ട് കാണുമ്പം ചോദിച്ചവരുണ്ട്. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമുക്ക് എക്സാക്ട്ലി ഇത്ര എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് എനിക്ക് ഇത്രയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്, അത് അത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ അഭിപ്രായമാണ്. ഓരോ വീഡിയോയ്ക്കും അതിൻ്റെ ലെങ്ത് അനുസരിച്ചും അതിൻ്റെ വ്യൂസ് അനുസരിച്ചും ആണ് അതിൻ്റെ വരുമാനം നിശ്ചയിക്കുക. അപ്പോൾ ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ ഞാൻ 3 വീഡിയോ ആണ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ഏകദേശം 50,000 മുതൽ 70,000 വരെ വ്യൂസാണ് ആവറേജ് കിട്ടുക. ചില വീഡിയോസിന് 1 ലക്ഷമൊക്കെ പോകാറുണ്ട്. അത് നല്ല കാര്യം തന്നെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലത്. ഏകദേശം 2000 വ്യൂസിന് നമുക്ക് $1 എന്ന കണക്കിൽ പോകാം. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ 4000 വ്യൂസിനായിരിക്കും, ചിലപ്പോൾ 1000 വ്യൂസിന് നമുക്ക് $1 കിട്ടിയേക്കും. പക്ഷേ ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടാം. അപ്പോൾ അതാണ് ആദ്യത്തെ അല്ലെന്നുണ്ടെങ്കിൽ അവസാനത്തെ 5 ചോദ്യങ്ങൾ. ഇനി അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. ചോദ്യോത്തരങ്ങളായതുകൊണ്ട് ഒത്തിരി നീട്ടി അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നില്ല, പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞ് അതങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏതായാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ.